പ്രൈസ് ദി ലോർഡ്. ഒരു നല്ലൊരു ദിനം കൂടെ ദൈവം നമുക്ക് തന്നല്ലോ. ഇന്നലകളിലും ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ദുഃഖത്തിന്റെ വാർത്തകളാണ്. അനേകം ഭവനങ്ങൾ ദുഃഖത്തിന്റെ സമാനമായി, വേദനയ്ക്ക് സമാനമായി, മരണത്തിന്റെ വീർപ്പുമുട്ടലുകളിൽ. ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട എത്ര കുടുംബങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഇന്നലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അതിദാരുണമായ സംഭവം നമ്മളെല്ലാം അറിയുന്നതാണല്ലോ. നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിലിറ്ററിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം വേദനയിലാണ്, ഭാരത്തിലാണ്. ഹിന്ദുവെന്നോ മുസൽമാനോ ക്രിസ്ത്യാനിയോ നോക്കാതെ എല്ലാ സമൂഹവും ദുഃഖത്തിലായിരിക്കുന്നു. അതെ, സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് കൈകോർക്കാം. സമാധാനത്തിന്റെ പ്രഭുവായ യേശു കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമുക്ക് വേണ്ടി തന്നെ എഴുന്നേൽക്കും. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അതുകൊണ്ടാണ് അവനെ പറ്റി പറഞ്ഞത് സമാധാനത്തിന്റെ പ്രഭുവെന്ന്. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരട്ടെ. നാമോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ നമ്മുടെ സഹോദരവർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നാം യഹോവയോട് പാപം ചെയ്യുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലയോ? സമാധാനം തരാൻ യേശുവിന് കഴിയും. നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലയോ? സമൂഹത്തിൽ സമാധാനമില്ലയോ? നമ്മുടെ ദേശത്തിൽ സമാധാനമില്ലയോ? ദേശത്ത് സമാധാനത്തെ കൊണ്ടുവരുവാൻ, കുടുംബത്തിൽ സമാധാനത്തെ കൊണ്ടുവരുവാൻ, വ്യക്തിപരമായി സമാധാനത്തെ തരുവാൻ യേശു കർത്താവിന് കഴിയും. അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. അവൻ വീരനാം ദൈവമെന്നാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവെന്ന് അവൻ പേർ വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സമാധാനമില്ലാതെ ഭാരത്തോടും വേദനയോടുമായിരിക്കുന്ന പ്രിയ സഹോദര, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു സമാധാന പ്രിയനാണ്. നീ ആടി ഉലയുമ്പോൾ നിന്റെ കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. മരണത്തിന്റെ താഴ്വരയിൽ നീ എത്തിയോ? ഭയപ്പെടേണ്ട. മരണത്തിന്റെ താഴ്വരയിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് യേശു. ഭയപ്പെടേണ്ട കേട്ടോ. യേശു സർവശക്തനാണ്. നിനക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കും. അതെ, ഇന്നും പ്രവർത്തിക്കും. ഉണരാം, പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനായി. ഗോഡ് ബ്ലെസ് യു.